ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനൊരു വലിയ ബീറ്റ്റൂട്ട് എടുത്ത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നല്ല കളറുള്ള ബീറ്റ്റൂട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് പച്ചടി ഉണ്ടാക്കുമ്പോൾ നല്ല കളറായിട്ട് കിട്ടും. 1 കപ്പ് തൈര്, ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. മോരാക്കണ്ട, തൈര് തന്നെയായിട്ട് എടുക്കണം. ഇനി അരയ്ക്കാനായിട്ട് 3/4 കപ്പ് തേങ്ങ ചിരകിയത്, 1 നുള്ള് ജീരകം, 2 പച്ചമുളക്, ഇത് എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ കടുക്. താളിക്കാനായിട്ട് വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം. ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ. ആദ്യം തന്നെ ബീറ്റ്റൂട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം ബീറ്റ്റൂട്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ഇനി ബീറ്റ്റൂട്ട് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ആദ്യം കടുക് ഒഴികെ ബാക്കി എല്ലാം കൂടെ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. കടുക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. തേങ്ങ നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ അവസാനം കടുകിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് എടുക്കണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കടുക് ഇട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. കടുക് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ കടുക് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കടുക് നമ്മൾ ആദ്യമേ ഇട്ട് തന്നെ അരച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കഴിക്കും, അതിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമാവത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ചതച്ചെടുത്തത്. ഇപ്പോൾ ബീറ്റ്റൂട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. ഇനി ഇത് തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാം. ഇപ്പൊ തേങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ് ഇതിന് നല്ലത്. ഇനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചട്ടിക്ക് ഓൾറെഡി ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഇനി കടുക് താളിക്കാനായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്.